നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ്പിൻ്റെ ഒരു ഷോർട്ട് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇപ്പോൾ ഷെയർ ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക ഏൺ ചെയ്യാതാണ് നമ്മൾ സ്റ്റാർട്ട്. ഇപ്പോൾ നിഫ്റ്റി അനാലിസിസ് കിടക്കാം. കുറച്ച് ബിസിയാണ്, ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. ബട്ട് ജസ്റ്റ് വേഗം നമുക്ക് ഡിസ്കസ്. പ്രൈസ് ജസ്റ്റ് എൻറ്റേർഡ് ആയി ഇൻ ഫിഫ്ത്തിൽ. ഇപ്പോൾ എൻറ്റേർഡ് ആണ് ഇതിൻ്റെ ഇൻ ഫിഫ്ത്തിൽ. ഓക്കെ, 1 2 3 4 and 5. കാരണം എന്ന് വെച്ചാൽ തേർഡിൻ്റെ ഹൈ ക്രോസ് ചെയ്ത് നമുക്കപ്പോൾ തന്നെ പറയാം. ദാറ്റ് മീൻസ് പ്രൈസ് ഇസ് ഇൻ ഫിഫ്ത്തിലാണ്. ആൻഡ് സ്മോൾ ഇതിൻ്റെ ഇത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്രൈസ് 1 2 3 ആൻഡ് ഇത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ പ്രൈസ് 50 മിനിറ്റ് 1 2 3 4 ആൻഡ് ഇതാണ് 5 ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് ഇതിൻ്റെ. ആൻഡ് ഫോർ ദ റെസിസ്റ്റൻസ് നമുക്ക് മുകളിൽ കിട്ടും. ശ്രദ്ധിക്കുക എല്ലാം കൂടി നാളെ. ഓക്കെ, ടൈപ്പ് ഓഫ് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കാൻ ഉള്ള ഒരു ചാൻസസ് ആണ്. ടൈപ്പ് ഓഫ് കൺഫർമേഷൻ കിട്ടണില്ല. അത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ, ടൈപ്പ് ഓഫ് ഡയഗണൽ ആണ്, എക്സാക്ട് ഡയഗണൽ ആയിട്ടില്ല. ഓക്കെ, ഡയഗണലിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ 1 2 3 4 ആൻഡ് ദാറ്റ് മീൻസ് ഇനി ഒരു ഹൈ കൂടി പെർഫെക്റ്റ്ലി ഒരു ഹൈ മാക്സിമം ചാൻസസ് കിടക്കുന്നുണ്ട് അവിടെ അടിക്കുന്ന മുകളിൽ ഇവിടെ നിന്ന് പിന്നെ തിരിച്ച് വരുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ എന്താണ് പ്രൈസിൻ്റെ ഫോൾ നമുക്ക് ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും, കണ്ടിന്യൂ ചെയ്യും ഫോർ അത്. ഓക്കെ, ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഡബിൾ ടോപ്പാണ്. ഓക്കെ, ഇപ്പോഴും സിറ്റുവേഷൻ ഓക്കെയാണ്. ബട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് ബൗൺസിലാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. ബൗൺസ് എന്ന് പറഞ്ഞാൽ ABC സ്ട്രക്ചർ, കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ABC സ്ട്രക്ചർ തന്നെയാണ്. ശ്രദ്ധിക്കുക. കൂടുതൽ എനിക്ക് പറയാനില്ല. എക്സ്പ്ലനേഷൻ ഓൾറെഡി ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ശ്രദ്ധിക്കാനുള്ളതാണ് എല്ലാവർക്കും. ഓക്കെ, നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓൾറെഡി എല്ലാം മാർക്ക്ഡാണ്. ഒന്നും ചേഞ്ചസ് ഇതിനകത്ത് വരുന്നില്ല. പ്രൈസ് നാളെ ഇൻ കേസ് ഇതിൻ്റെ ഇപ്പോൾ ഫിഫ്ത്ത് മൂവിലാണ് പ്രൈസ് ഉള്ളത്. ദാറ്റ് മീൻസ് നിയർ ഓഫ് ഡിഗ്രി ഫോർ. ഓക്കെ, നിയർ ഓഫ് ഡിഗ്രിയാണ്. 101% ഒരു റെസിസ്റ്റൻസ് ആണ്. 26,040 മറക്കേണ്ട. റിജക്ഷൻ സോണാണ് ഇത്. നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണിത്. ഞാൻ അത് തന്നെ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, സോ ആൻഡ് ദെൻ 127%. ഓക്കെ, സോ നാളെ സിംഗിൾ മൂവാണ് ഐ തിങ്ക് മുകളിലേക്ക് ഒരു കിടക്കുന്നുള്ളൂ. അതും 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ മേ ബി. ഓക്കെ, ബട്ട് താഴേക്ക് പ്ലേ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പ്ലേ ചെയ്യുക? താഴേക്ക് ABC ആയിട്ട് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ A, പിന്നെ Bയുടെ ബൗൺസ്, Aയുടെ ഫോൾ വരും, പിന്നെ Bയുടെ ബൗൺസ് വരും, പിന്നെ Cയുടെ ഫോൾ വരും. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഇൻ കേസ് പ്രൈസ് സപ്പോസ് റിജക്ഷൻ എപ്പോഴും ഞാൻ പ്ലേ ചെയ്തത് ഓൾറെഡി എന്നും അങ്ങനെ തന്നെയാണ്. ശ്രദ്ധിക്കുക. സപ്പോസ് പ്രൈസ് അവിടെ നിന്ന് ഫോൾ വരുന്നു. ഓക്കെ, താഴേക്ക്. സോ അത് വരുന്നത് ഇവിടെ വരെ ചിലപ്പോൾ ആയിരിക്കും A ആൻഡ് ദെൻ B റീടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പറയൂല്ലേ റീടെസ്റ്റ്. നമ്മളതിന് Bയുടെ ബൗൺസാണ് പറയണത്. അത് തരണം. പ്രൈസ് ഇത്ര താഴെ വന്നാലും അവിടെ വന്നാലും എവിടെ വന്നാലും പ്രൈസ് Bയുടെ ബൗൺസ് തന്നിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ സിയുടെ ഫോൾ ഡിപ്പെൻഡാണ് ഇവരുടെ. നമ്മൾ യൂഷ്വലി A = C ആണ് പറയാറുണ്ട്. ഡിഫറെൻറ്റ് കറക്ഷൻസ് ആണ്. A = C എന്ന് പറഞ്ഞാൽ Aയുടെ എത്ര ഫോൾ വന്നെങ്കിൽ അത്ര തന്നെ ഫോൾ Cയിൽ വരാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. ഇതാണ് കറക്ഷൻസ് ഒത്തിരി ഡീപ്പ് നോളജിന് അപ്കമിങ് ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ഇനി വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, ഈ സപ്പോർട്ട് ട്രയൽ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ആൻഡ് ഇത് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തേക്കാം. ഇനി വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി യെസ് ഓൺ ഗോയിങ് ആണ്. 1 2 3 4 ആൻഡ് 5 ഓൺ ഗോയിങ് ആണ്. റെസിസ്റ്റൻസ് ഓൾറെഡി മാർക്ക്ഡ് ആണ്. ഈ റെസിസ്റ്റൻസ് ക്ലിയർ ചെയ്തു. ആൻഡ് ദെൻ ഓക്കെ, ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ ഇത് 1 ഇത് 2 ഇത് 3 ഓൺ ഗോയിങ് ആണ്. ശ്രദ്ധിക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാൽക്കുലേഷൻസിൽ മാറിപ്പോകരുത് നമ്മൾ. അതാണ് നമ്മൾ മിസ്റ്റേക്സ് വരുന്നത് അവിടെ. ഫർദർ ഇതിനകത്ത് ബുള്ളിഷ് ഉണ്ട്. നോ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതിനകത്ത് കാണുന്നത് പിന്നെ ആ ഒരു ഓൺ ടോപ്പാണ്. ഇവിടെ ഇത് 261. ഇതിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. ബട്ട് പ്രൈസ് ഇപ്പോൾ കൗണ്ട് ചെയ്യാനുള്ളതാണെങ്കിൽ ഇതേ പ്രൈസ് ഇവിടെ നിന്ന് പോകുന്നത് എങ്ങനെയാണ്? 1 2 ഇത് ഫുൾ 3 4 ആൻഡ് 5ത്തിലാണ്. 5ത്തിൻ്റെ സ്മോൾ ടൈം ഫ്രെയിം നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ഇത് കാണുന്നത് ഐ തിങ്ക് പ്രൈസ് ഇവിടെ നിന്നാണ് പോയേക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇത് 1 ഇത് 2 ഇത് 3 ഓൺ ഗോയിങ് ആണ്. സോ ഇതിനകത്ത് 4th and 5th കൂടി കിടക്കുന്നു. സോ എന്താ ചെയ്യുക? താഴേക്ക് ഇൻ കേസ് ഹൈ അതാണോ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇതിനകത്ത് 4th റീട്രേസ്മെൻറ്റ് ആൻഡ് വീണ്ടും ബൗൺസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. സെൻസെക്സ് പോകാം. യെസ് നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിനകത്തൊന്നും പറയാനില്ല. മോസ്റ്റ്ലി ഇൻഡെക്സിൽ 2 to 4 ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരച്ച് വെക്കണം. 2 to സപ്പോർട്ട് ട്രെൻഡ് ലൈൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് മസ്റ്റാണ്. എക്സാക്റ്റ് 2 ആണെങ്കിൽ 2 and 4 സപ്പോർട്ട് ട്രെൻഡ് ലൈൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും നമുക്കതൊരു ഗുണമുണ്ടാവും. ബിക്കോസ് അതാണ് ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നത്. 2 to 4 സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ് ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഇനി റെസിസ്റ്റൻസ്
ഇതാണ് നമ്മുടെ തേർഡ്. ഇത് നോക്കാം, നിഫ്റ്റി ഇടുമ്പോൾ തന്നെ അല്ല ഇത് ഇത്തിരി മാറുന്നുണ്ടല്ലോ. ഇന്ന് 2 2 3 ഇത്തിരി കൺഫ്യൂസിങ് സ്ട്രക്ചറാണ് അല്ല. റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് മതി, റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കുക ഇതിൻ്റെ. ഓക്കെ, 101% എക്സാക്ട്ലി മുകളിലാണ് അതിൻ്റെ. 100% മീൻസ് ഫെയിലിയർ ആണ് അവിടുത്തെ. അത് ടോപ്പ് ആക്കിയാൽ ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഫോൾ വരുന്നത് ഷാർപ്പായിരിക്കും. അതാണ് 100% ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, 100%, 111%, സോറി അഗെയിൻ 111% ആണ് ആ ഒരു റേഷ്യോ കേട്ടോ. ഇതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ കേസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട്, ഇതാണ് സപ്പോർട്ട്. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ ദ ഫോൾ കിട്ടും, ബട്ട് ഡയറക്റ്റ്ലി ഫോൾ വരാറില്ല, അത് ട്രാപ്പായിരിക്കും. ഡയറക്റ്റ്ലി ഫോൾ വന്നാൽ ഇൻ കേസ് വന്നാൽ അങ്ങനെ, ബട്ട് 5 മൂവ്സ് കഴിയാതെ ഫോൾ വരാറില്ല. 1 2 3 4 ആൻഡ് 5 ആണ് ഡയഗണൽ പാറ്റേൺ. ഇത് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പ്രൈസ്. സോ നാളെ മേ ബി ഒരു ഹൈ ആൻഡ് ദെൻ അങ്ങനെ ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. ബുള്ളിഷ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ബുള്ളിഷ്നെസ് അല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, ഇത് സപ്പോർട്ട് ഇതിൻ്റെ ഇതാണ് ഇപ്പോൾ. ഓക്കെ, ഫർദർ റെസിസ്റ്റൻസ് എടുക്കാനാണെങ്കിൽ വെൻ പ്രൈസ് ഇൻ ഫിഫ്ത്തിനാണെങ്കിൽ ഇത് ഇങ്ങനെ റെസിസ്റ്റൻസ്, ഫർദർ റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. റൈറ്റ്, ഇതാണ് ഫർദർ റെസിസ്റ്റൻസ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. റെസിസ്റ്റൻസ് നമുക്ക് 141 ആൻഡ് 127% എല്ലാം 161% ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾ ചാർട്ടിൽ തന്നെ എല്ലാവരും കൂടി ശ്രദ്ധിച്ച് മാർക്ക് ചെയ്താൽ മതി. ബാക്കി ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.